ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിൻ്റെ 15-ാം ദിവസം നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ ദൈവീക അധികാരത്തിൻ്റെ വെളിപ്പെടുത്തലിന് ഉദാഹരണമായി തളർവാദക്കാരനായ ഒരാൾക്ക് സൗഖ്യം ലഭിക്കുന്ന സംഭവമാണ് ഇവിടെ പരാമർശിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും മുന്നിൽ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഖഫർനഹൂമിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് തളർവാദ രോഗിയായ ഒരാളെ 4 സുഹൃത്തുക്കൾ ചേർന്ന് കൊണ്ടുവന്നു. തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിനിടയിലൂടെ യേശുവിൻ്റെ അരികിലേക്ക് എത്താൻ സാധിക്കാതിരുന്നപ്പോൾ അവർ നിരാശരാകുന്നില്ല. മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ അവനെ യേശുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു. ഇത് തടസ്സങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൃശ്യമാണ്. വിശ്വാസം തടസ്സങ്ങളെ കണക്കാക്കുന്നില്ല, അത് ലക്ഷ്യത്തെ മാത്രം ശ്രദ്ധിക്കുന്നു. നമ്മുടെ ആത്മീയ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിന്തിരിയുകയല്ല, മറിച്ച് ക്രിസ്തുവിലേക്ക് എത്താനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അവരുടെ വിശ്വാസം കണ്ട് എന്ന വചനം നമ്മെ കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും ശക്തി ഓർമ്മിപ്പിക്കുന്നു. ഒരാൾക്ക് തനിയെ കഴിയാത്തത് ഒരു നല്ല കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നു. ക്രൈസ്തവ ജീവിതം ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട യാത്രയല്ല, മറിച്ച് പരസ്പരം വഹിച്ചുകൊണ്ട് മുന്നേറുന്ന ആത്മീയ യാത്രയാണ്. സ്വാർത്ഥതയില്ലാത്ത, മറ്റുള്ളവർക്ക് തണലാകുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ വിശ്വാസം മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ശക്തിയായി മാറണം. രോഗിയെ കണ്ടപ്പോൾ യേശു ആദ്യം പറഞ്ഞത്, "മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു" എന്നാണ്. ശാരീരിക സൗഖ്യത്തേക്കാൾ ഉപരിയായി ആത്മീയമായ വിടുതലിനാണ് യേശു മുൻഗണന നൽകിയത്. നമ്മുടെ ഉള്ളിലെ തളർച്ചകളെയും പാപക്കറകളെയും കഴുകിക്കളയുവാനുള്ളതാണ് ഈ നോമ്പുകാലം. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ സൗഖ്യം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ പാപമോചന പ്രഖ്യാപനം കേട്ട് ശാസ്ത്രിമാർ മനസ്സിൽ സംശയിച്ചു. എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ നിരൂപണം അറിഞ്ഞ യേശു മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് കൽപ്പിക്കുമ്പോൾ ഉടൻ അവൻ എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ നടന്നു. നമ്മുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഉത്തരം നൽകാൻ ശക്തനായ ക്രിസ്തു ഇന്നും നമ്മോടൊപ്പമുണ്ട്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മീയ തളർച്ചകളെയും സംശയങ്ങളെയും പാപഭാരങ്ങളെയും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. തടസ്സങ്ങളെ തകർത്ത് മുന്നേറുന്ന വിശ്വാസവും മറ്റുള്ളവരെ ഉയർത്തുന്ന സൗഹൃദവും പാപക്ഷമ അനുഭവിച്ച് പുതുജീവിതത്തിലേക്ക് എഴുന്നേൽക്കുന്ന ഹൃദയവും നമുക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.